ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമരക്കായ തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉപ്പേരി എന്നും പറയാം. അപ്പം ഞാൻ അമരക്കായൊക്കെ നന്നാക്കി ഇതിൻ്റെ ഉള്ളിൽ പുഴുണ്ടോയെന്നൊക്കെ നോക്കണം. അപ്പം നമുക്ക് സംശയമുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ പൊളിച്ചിട്ട് നോക്കിയിട്ട് അരിയാം. അല്ലാത്തത് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അപ്പം നന്നായി നോക്കി ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ കേട്ടോ. അരിയണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം, ഇതിൻ്റെ ഉള്ളിൽ പുഴുണ്ടോ നോക്കിയിട്ട്. അപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, അതൊന്ന് ചതച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ചതച്ചെടുത്തു, വെളുത്തുള്ളി ചതച്ചെടുത്തു, കറിവേപ്പില കേട്ടോ. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം, ഉരുളി വെച്ച് കൊടുക്കാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. നമുക്ക് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു ടീസ്പൂണ്. ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുക, കുറച്ച് മുളക് പൊടി, അര ടീസ്പൂണ്. അമരക്കായ്ക്ക് വേവൊന്നും അധികം ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അതിന് ചിലപ്പോൾ വെള്ളം വന്ന് അങ്ങനെ വേവും. നമുക്കിനി അമരക്കായ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ കഴുകി വെച്ചപ്പോൾ ഒരു ലേശം വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം തീരെ നമ്മൾ ഒഴിക്കുന്നില്ല കേട്ടോ. ഇതൊന്ന് ആവി കയറുമ്പോൾ തന്നെ ഇതിൻ്റെ പകുതിയാവും. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. അപ്പോൾ തന്നെ ഇതിൽ വെള്ളമുണ്ട് കുറച്ച്, നമ്മൾ കഴുകി വെച്ചതിൻ്റെ വെള്ളം. വേറെ വെള്ളമൊന്നും ഇതിൽ ഒഴിക്കണ്ട. ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടു, അപ്പോൾ തന്നെ ഇത് വാടി. നമ്മളൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അമരക്കായിന്ന് വന്ന വെള്ളവും പിന്നെ നമ്മളത് കഴുകി വെച്ചപ്പോൾ അതിൻ്റെ അടിയിലൊരു ലേശം വെള്ളം ഉണ്ടായിരുന്നു. അല്ല, കൊട്ടയിലൊക്കെ ഊറ്റി വെക്കുകയാണെങ്കിൽ വെള്ളം ഉണ്ടാവില്ല. നമ്മളത് കഴുകി അങ്ങനെ വാരി വെക്കുക ചെയ്തത്. അപ്പം അതിലൊരു ലേശം വെള്ളമുണ്ട്, അതും ഉള്ളൂ, വേറെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അല്ലെങ്കിലും നമ്മൾ കൊട്ടയിൽ വാരി വെച്ചാലും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അമരക്കായ ഒന്ന് വാടിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിലത്തത് വേവും നന്നായിട്ട്, മുകളിലത്തെ വേവാണ്ടും കിടക്കും. അപ്പോൾ തോരനും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുക.
കുറച്ചും കൂടി ഉപ്പിടാം. നമ്മുടെ അമരക്കായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് വാങ്ങി വയ്ക്കാം. നമ്മുടെ അമരക്കായ തോരൻ ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇങ്ങനെയൊന്ന് അമരക്കായ തോരൻ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ നല്ല അടിപൊളി ടേസ്റ്റ്. ഇതാണ് നമ്മുടെ അമരക്കായ തോരൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.